തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന. നാണമില്ലയോടെ നിനക്കൊക്കെ? അന്തസ്സായിട്ട് ജീവിക്കണം, തെണ്ടിയല്ല ജീവിക്കണ്ടേ. ആ മര്യാദയ്ക്ക് സർവീസ് കൊടുത്തിട്ട് അവന്റെ പുറകിന് കിടക്കുക താങ്ങിക്കൊണ്ട് കാശ് തരാനെന്നും പറഞ്ഞ്. ബിസിനസ്സുകാരെ എന്തിനാ തെണ്ടിയെന്ന് വിളിക്കുന്നത്? നിങ്ങൾ 1 മണിക്കൂർ ഞങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്യിച്ചില്ല. അതിന് ബിസിനസ്സുകാരെ തെണ്ടി എന്ന് പറയാം. ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാ. മതി, ഞങ്ങൾക്ക് മതിയോ? ചേട്ടന് മാത്രമേ ഇവിടെ ബുദ്ധിമുട്ടുള്ളൂ. ഈ ചേട്ടന് തിരിച്ചു കൊടുക്കാനുള്ള പൈസ ഞാൻ തന്നേക്കാം. ഒന്ന് പോയി തരുമോ പ്ലീസ്? എടോ തനിക്കെന്താണോ? എടോ ഇയാളെ വിളിച്ചോ? ഞാൻ എന്റെ പൊന്ന് ചേട്ടാ, ഞാൻ ചേട്ടനെ വിളിച്ചോ? ആ സംഘാടകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോണ്ട് പോവോ പ്ലീസ്? എടോ തന്നെ വിളിച്ചോ? ഞാൻ ശരി ഓക്കെ. ഇത്രയോ ചാട തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട്. കാരണം 1 മണിക്കൂർ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ. ഇതിവിടെ പറഞ്ഞങ്ങ് തീർന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും. അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും. മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ. ഇന്നിപ്പം ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ. ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞ പൈസയെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ജാട വല്ലതും കാണിക്കാൻ പറ്റുമോ? എന്താ ഉച്ചയ്ക്ക് ഞാൻ ജാട കാണിച്ചേ? ഓൾറെഡി കിട്ടാനുള്ള എൻ്റെ വെട്ടി വീണു. ഇനി ഞാൻ പറയുന്നതാ ടേംസ് ആൻഡ് കണ്ടീഷൻ. ഞാൻ പറയുന്നതേ നടക്കൂ. എന്താ എല്ലാവരും കൂടെ ഓടി അങ്ങോട്ട് വന്നേ? കാശ് കൊടുത്തു പോയി. ഹായ് നമസ്കാരം. ഇദ്ദേഹമാണ് അനിൽ ബാലചന്ദ്രൻ. മോട്ടിവേഷൻ സ്പീക്കറാണെന്നാണ് സ്വയം പറയുന്നത്. പേരിൻ്റെ അറ്റത്തൊരു ഡോക്ടറുണ്ട്. ആര് കൊടുത്താണോ എന്തോ, അതും പറ്റിച്ച് വാങ്ങിച്ചതായിരിക്കാം. 4 ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ സ്പീക്കിങ്ങിന് വേണ്ടി ഇദ്ദേഹം വാങ്ങുന്നത്. കൊടുത്തു പോയില്ലേ, അതുകൊണ്ട് കേട്ടിരിക്കാമെന്ന് വിചാരിച്ചവരാരും ഇത്രയും നാളും മിണ്ടാതിരുന്നത്. ഇപ്പോൾ കോഴിക്കോട് വെച്ച് കിട്ടിയിട്ടുണ്ട്. സംഘാടകർക്ക് പറയാനുള്ളത് കൂടി കേൾക്കാം. മെയ് 21, 22 തീയതികളിലാണ് അനിൽ ബാലചന്ദ്രൻ ഒരു വോയിസിൽ ഇറക്കിയിട്ടുണ്ട്. 10,000 ആൾക്കാർ പങ്കെടുക്കുന്നതാണ്. കാരണം സിത്താരയുടെ പരിപാടിയുണ്ട്, ഡാപ്സി വരുന്നുണ്ട്, അതേപോലെ പാനൽ ഡിസ്കഷൻ ഉണ്ട്. അങ്ങനെ ഒരു വലിയൊരു ബിസിനസ് കോൺക്ലേവ് ആണ്. അപ്പം ആ ഒരു കോൺക്ലേവിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫംഗ്ഷനാണ് ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അനിൽ ബാലചന്ദ്രനെ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. പക്ഷേ അങ്ങേരോട് ഞങ്ങൾ ആദ്യം പറയുന്നുണ്ട്, നിങ്ങൾ ചില സമയത്തൊക്കെ നിങ്ങളെ യൂട്യൂബ് ചാനലിലൊക്കെ ആൾക്കാർ അസഭ്യം പറയാറുണ്ട് നിങ്ങളെ വാക്കുകൾ കേട്ടിട്ട്. അത്തരം വാക്കുകൾ ഇവിടെ ഉപയോഗിക്കരുത്, ഇത് കോഴിക്കോടാണെന്ന് പറഞ്ഞാറുണ്ട്. പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ആ വീഡിയോ കേട്ടാൽ അറിയാം, ഞാനിവിടെ പറയുന്നില്ല വാക്കുകൾ റിപ്പീറ്റ് ചെയ്തിട്ട്, അത്തരം വൃത്തികെട്ട വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഒരുപാട് ലേഡീസ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഉണ്ട്. അവരൊന്നും മുന്നിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകളൊക്കെ ആയിരുന്നു ബിസിനസ്സുകാരെ പറ്റിയിട്ടും കസ്റ്റമറെ പറ്റിയൊക്കെ തെറി വിളിക്കുന്നത്. ആ ഒരു മെത്തേഡ് കൊണ്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ ഇറക്കി വിടേണ്ടി വന്നത്. പുള്ളിയുടെ പ്രതിഫലം പുള്ളി പറഞ്ഞിരിക്കുന്നത് 4 lakh rupees ആയിരുന്നു. അത് ഞങ്ങളുടെ അക്കൗണ്ടിൽ കൂടെ 4 lakh എമൗണ്ട് പ്ലസ് GST കൊടുത്തിട്ടുണ്ട്. പുള്ളി പകരം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, കോഴിക്കോട് അങ്ങേരുടെ മുഖം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പണ്ട് ശ്രീനിവാസ് ഒരു സിനിമയെ പറഞ്ഞാൽ എൻ്റെ മുഖം എൻ്റെ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്രയും പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട്. കോഴിക്കോട് ഏറ്റവും ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന ബിസിനസ് ട്രെയിനർ കോഴിക്കോട് വരും എന്നൊക്കെ പറഞ്ഞാൽ അത്രയും പ്രൊമോഷൻ കൊടുത്തു. പ്രോഗ്രാം എല്ലാം കൊണ്ടും ഒരു വിജയം തന്നെയാണ്. അപ്പം ഇതിൻ്റെ മുന്നിൽ ഒരു നെഗറ്റീവ് ന്യൂസ് പറകണ്ട എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇതിനെപ്പറ്റി ഒരു പരാതികളായിട്ടോ അല്ലെങ്കിൽ പ്രശ്നങ്ങളായിട്ടോ പോകാത്തത്. പക്ഷേ ഇപ്പോൾ എല്ലാവരും ഇത് ചോദിക്കുന്നതുകൊണ്ട് ഇതിന് ഉത്തരം നൽകുന്നു എന്ന് മാത്രം. ടിക്കറ്റുകൾ എല്ലാത്തിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. പേടിഎമ്മിലുണ്ട്, അതേപോലെ തന്നെ ബുക്ക് മൈ ഷോയിലുണ്ട്. നമുക്കൊരു നമ്മുടേതായ വെബ്സൈറ്റിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റും. പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റ്, ഇൻസ്റ്റഗ്രാം, അതേപോലെ യൂട്യൂബ് പോസ്റ്റ്, എല്ലാ രീതിയിലും ഞങ്ങൾ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ റോട്ടറി ഇന്റർനാഷണൽ നടത്തുന്നതുകൊണ്ട് തന്നെ എല്ലാ ക്ലബ്ബുകളെ വിളിച്ചു വരും ചെയ്തു. പക്ഷേ ആർക്കും ഇങ്ങേരുടെ ഈ ഒരു അസഭ്യ പറച്ചിലുകൊണ്ടാണ് താല്പര്യമില്ലാത്തത്. അപ്പോൾ അതാണ് കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിച്ച അവസ്ഥ.